കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ ശുദ്ധിയുടെ കലശ ചടങ്ങുകൾ 25 കലശം എന്നായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഹവിസ് ചെന്നിട്ട് ഭഗവാൻ ഇങ്ങനെ വളരെ അധികം എന്താ പറയുക ശക്തിശാലിയായിട്ടാണ് ശ്രീലകത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വെച്ച് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് മനസ്സുകൊണ്ട് സ്മരിക്കാം. കാരണം ഭക്തരിൽ പ്രസാദിക്കുന്ന ആ കണ്ണനാണ്. അപ്പോൾ ആ ഭക്തരെ നമ്മൾ മനസ്സുകൊണ്ട് സ്മരിച്ചാൽ അവരെയും കൂടി നമ്മൾ സ്മരിക്കുമ്പോൾ അതിലൂടെ നമുക്ക് ആ ഒരു ഭക്തിയുടെ ഒരു ഉൾക്കാഴ്ച നമ്മളിലേക്ക് എത്തും. അപ്പം അങ്ങനെ നമ്മൾ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് നേരെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിലെത്തിയാൽ വളരെ സുഖമായിട്ടുള്ള ദർശനം. അപ്പം അങ്ങനെ സുഖമായിട്ട് തൊഴാം. അങ്ങനെ തൊഴുതൊക്കെ അവിടുന്ന് വന്ന് ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് ഇങ്ങനെ വരിക. അങ്ങനെ വരുമ്പോൾ ആ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ 4 ഭാഗത്ത് ഇങ്ങനെ സുഖമായിട്ട് എന്താ പറയുക, വലിയ ഉണ്ണീനെയൊക്കെ ഇങ്ങനെ വരച്ച ചിത്രങ്ങളും ധാരാളം മാലകളും ഒക്കെ അലങ്കരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന അത് കാഴ്ച കാണാം. പിന്നെ അങ്ങനെ നമ്മുടെ വലിയ ബലിക്കല്ല്, പിന്നെ അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കേശവൻ്റെ 2 കൊമ്പുകൾ, അതേപോലെ ലക്ഷ്മി ദേവിയൊക്കെ കണ്ട് നമ്മൾ നേരെ ആ വാതിൽപ്പടി അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ ഇടത് വശത്തുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കെടാവളക്കൊക്കെ കാണാം. അതും അദ്ദേഹത്തെ നമ്മൾ സ്മരിക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭക്തരെ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തരാണല്ലോ. അപ്പോൾ അവരെ നമ്മൾ നമിക്കുമ്പോൾ അവരിലെ ആ ഭഗവത് ചൈതന്യം കൂടി നമുക്ക് കിട്ടുമെന്നാണ്. അപ്പം അങ്ങനെ അവിടെയും തൊഴുത് വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ടും നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു. നാരായണീയം എഴുതുമ്പോൾ എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ തൂണ് നരസിംഹാവതാരത്തിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ തൊഴുന്നത്. അങ്ങനെ അവിടെ തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്ത് ഇങ്ങനെ പ്രകാശം തന്നെയാണ്. നെയ്വിളക്ക് ഇങ്ങനെ വരിക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയൊക്കെ നെയ്വിളക്കാണ്. അപ്പോൾ അതിലിങ്ങനെ നെയ്യ് ഇങ്ങനെ ഒഴിച്ചിങ്ങനെ കത്തുമ്പോൾ എന്തൊരു രസമാണ്. അതിങ്ങനെ ശരിക്കും ശ്രദ്ധിക്കുമ്പോൾ അതിങ്ങനെ ആടിക്കളിക്കണ പോലെയൊക്കെ തോന്നും. അങ്ങനെ നമ്മൾ നോക്കി വരുമ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ കുഞ്ഞി കാലുകൾ കാണാണ്ട്, 2 കാലുകൾ, ആ കാൽപാദം ഇങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്, അതിങ്ങനെ വേറെ കാണാണ്ട്. പിന്നെ അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാലോ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. കിങ്ങിണിയുടെ ആ നൂലുകൾ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ കുഞ്ഞു കുമ്പയൊക്കെ ഇങ്ങനെ വീർത്തിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു വളയം പോലത്തെ മാലയും ഒരു മാങ്ങാമാലയും പിന്നെ ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പിന്നെ കാണുന്നത് എന്താ വെച്ചാൽ കൈവളകൾ കാണാണ്ട്. അങ്ങനെ കൈവളകൾ കാണുമ്പോൾ തോൾവളകൾ കാണാണ്ട്. അതേപോലെ 2 കൈ കൊണ്ടും തൻ്റെ സ്വന്തം, അതായത് തൻ്റെ അച്ഛൻ സമ്മാനിച്ച നന്ദഗോപരോട് പറഞ്ഞു എനിക്കും വേണം ഓടക്കുഴൽ എന്ന്. അങ്ങനെ ആ ചെറുപ്പത്തിലെ ഉണ്ണിക്ക് ഓടക്കുഴൽ കൊടുത്ത ആ ഓടക്കുഴൽ ഇങ്ങനെ ആണ്. അപ്പോൾ അച്ഛൻ കൊടുത്ത ഓടക്കുഴൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് ഉണ്ണി കേട്ടോ. വായിക്കാൻ ശ്രമിക്കാനായിട്ടില്ല, ഇങ്ങനെ പിടിച്ച് നിൽക്കണേ ഉള്ളൂ, ചുണ്ടോട് ചേർത്ത് ഇങ്ങനെ നിൽക്കണേ ഉള്ളൂ, വായിക്കാറില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് മാറത്ത് ഇങ്ങനെ ചേർത്ത മാതിരി അങ്ങനെയാണ് ആ ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. അങ്ങനെ തിരുമുടി കെട്ടിയിട്ടുണ്ട്, പീലി കളഭം കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ തിരുമുടിമാല ഉണ്ട്. തിരുമുടിമാലകൾ എന്താ വെച്ചാൽ 2 തിരുമുടിമാല ഉണ്ട്. വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും തെച്ചിയും തുളസിയായിട്ടുള്ളതും. പിന്നെ അതേപോലെ കാതിൽ ചെവിപ്പൂക്കൾ കാണാണ്ട്, നെറ്റിയിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. നല്ല എന്താ പറയുക, പുഞ്ചിരിക്കുന്ന മുഖത്തോട് കൂടിയിട്ടാണ് ഉണ്ണിക്കണ്ണന്. ഇപ്പോൾ ഈ കലശവും ഒക്കെ പാടാകുമ്പോൾ ശക്തി ഇങ്ങനെ വർദ്ധിച്ചിങ്ങനെ എന്താവശ്യപ്പെട്ടാലും എന്ത് നമ്മൾ ചോദിച്ചാലും അതൊക്കെ ലഭിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തേക്ക് സമയം. ഏകാശി ദിവസം വരെ ആ സമയത്തൊക്കെ ഇപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞ മാതിരി പഞ്ചഗവ്യത്തിൻ്റെയും അതേപോലെ നവകവും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അതിമനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചകളാണ്. അപ്പോൾ പഞ്ചഗവ്യത്തിൻ്റെയൊക്കെ നമ്മൾ ആ വിശേഷങ്ങളുടെ
വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് 41 ദിവസത്തെയും കളപാട്ടത്തിൻ്റെയൊക്കെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ അതിൽ ചെയ്തിട്ടുണ്ട്, ഇന്നലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ള കാരണം ഭഗവാന് വളരെ അതീവ സന്തുഷ്ടനായിട്ടുള്ളതാണ്. കാരണം അത്രയും കാര്യങ്ങൾ ആ വിഗ്രഹത്തിൽ ഇങ്ങനെ വരുമ്പോൾ ഭഗവത് ശക്തി, ആ ഭഗവത് ചൈതന്യം അങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയിൽ നമ്മളെ കണ്ടാൽ വളരെ മനോഹരമാണ്. നമുക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഭഗവാൻ സാധിച്ചു തരും. അങ്ങനെ ശ്രീലകത്തേക്ക് വീണ്ടും ഇങ്ങനെ നോക്കിയാൽ ആ വലിയ ഉണ്ടമാല, വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും തെച്ചിയും തുളസിയായിട്ടുള്ളതും 2 ഉണ്ടമാലകളും ചാർത്തിയിട്ടുണ്ട്. പിന്നെ മുകളിൽ വിധാനമായിട്ട് കണ്ണനെ ഏറ്റവും പ്രിയപ്പെട്ട ആ 4-5 തുളസി മാലകളുണ്ട്, അങ്ങനെ മുകളിൽ വിധാനമായിട്ട് ചാർത്തിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിലെ അലങ്കാരം. അങ്ങനെ കാണുക. നമ്മളിപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്നിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ തൊഴുതോളൂ. അങ്ങനെ ആ ഗുരുവായൂരപ്പനെ അങ്ങനെ കണ്ട് തൊഴുതോളൂ കേട്ടോ, ആ ഉണ്ണിക്കണ്ണനെ. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങിയ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ നോക്കി തൊഴാം. പിന്നെ അങ്ങനെ ആ ചുവരിൻ്റെ മുകളിലുള്ള ആലിലെ കണ്ണനെയും കണ്ട് തൊഴുത് ഗ്രില്ല് കഴിഞ്ഞ സപ്തമാതാക്കളെ കണ്ടുവരാം. അങ്ങനെ അവിടെ തൊഴുത് നേരെ ഗണേശൻ്റെ അടുത്ത് വരിക. ഗണേശൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ കുറച്ചൊക്കെ തിരക്കുണ്ട്. അങ്ങനെ ഗണേശനെ കാണുകയാണ്. ഗണേശനെ കാണുമ്പോൾ മുഖത്തൊക്കെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്, കുമ്പ് തുമ്പിക്കൈയൊക്കെ ആയിട്ട് കുമ്പയൊക്കെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. പിന്നെ കിരീടം വെച്ചിട്ടുണ്ട്, നല്ല നെക്ലസ് മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ പാവുണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കൾ, അർച്ചന പൂക്കളുണ്ട്. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കാട്ടോ, എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. അപ്പോൾ സരസ്വതി ദേവിയുടെ ഫോട്ടോ അവിടെ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ചെമ്പൈ സംഗീതോത്സവം തുടങ്ങി. അപ്പോൾ അവിടെ ധാരാളം ഇനി കുറച്ച് ദിവസങ്ങൾ അതിൻ്റെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ധാരാളം സംഗീതജ്ഞർ വന്നിട്ട് ആ വേദിയിൽ ഇങ്ങനെ, കാരണം ആ വേദിയിൽ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞാൽ, കയറി നിൽക്കാൻ കഴിഞ്ഞാൽ തന്നെ ഭാഗ്യം എന്ന് പറഞ്ഞ പോലെ, അപ്പോൾ ഒരു പാട്ടെങ്കിലും പാടാൻ കഴിഞ്ഞാൽ, ഒന്ന് ശ്രുതി മീട്ടാൻ കഴിഞ്ഞാൽ അത്രയും ജന്മം പുണ്യമായി എന്നാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെയാണ് അവിടെ. അപ്പോൾ അങ്ങനെ സരസ്വതി ദേവിനെ നമ്മൾ കണ്ട് തൊഴുത് പിന്നീട് വരുന്നത് ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിര അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമന രൂപവും അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. അനന്തപത്മനാഭൻ്റെ അവിടെയും ധാരാളം പൂക്കളുണ്ട്, നല്ല വലിയ വലിയ മാലകളായിട്ട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ കാൽപാദത്തിൻ്റെ അവിടെ നിന്ന് തൊഴുത അനുഗ്രഹം നമുക്ക് കിട്ടും. പിന്നീട് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നരസിംഹാവതാരം ഉഗ്രരൂപയായ നരസിംഹത്തിനെ കാണാം. അതൊക്കെ ഒന്ന് കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. പിന്നീട് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനൊക്കെ കണ്ട് തൊഴുത് ശ്രീകൃഷ്ണൻ്റെ അടുത്ത് കാണാം. അവിടെ എത്തിയ 2 തുളസിമാല ഉണ്ട്, ഒരു ലിഖിതമാലയുണ്ട്. പിന്നെ മുരുകനെ കണ്ടു തൊഴാം. അത് കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ, കുങ്കുമമില്ല, ഒന്നുമില്ല. എന്നാലും നമുക്ക് ഹനുമാൻ സ്വാമിയെ തൊഴുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടേക്ക് വരാം. ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ നേരെ ആ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് പ്രാർത്ഥിച്ച് പിന്നെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. അതും തൊഴുത് ആ മണിക്കിണറും അതേപോലെ നൃത്താറയിൽ കിടാവിളക്ക് ഇരുന്ന് കത്തണ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വന്ന്
കുറൂരമ്മയും നാരദരും അതേപോലെ മേൽപ്പത്തൂരും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്ന് നേരെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. പിന്നീട് ഭഗവതി എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് ഇങ്ങനെ വരാം. ഭഗവതിയുടെ അവിടെ ചെറുതല്ലാത്ത തിരക്കുണ്ട്, എന്നാലും നമുക്കതിലെ ഇങ്ങനെ പോരാം. അങ്ങനെ വന്ന് നോക്കുമ്പോൾ ധാരാളം പൂക്കളാണ്. പിന്നെ ഗോളകയാണ്. പിന്നെ ഉള്ളത് മാലകൾ ചാർത്തിയിട്ടുണ്ട്, അണിഞ്ഞിട്ടുണ്ട്. സ്വർണത്തിൻ്റെ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. കിരീടം അടക്കമുള്ള ഗോളകയാണ്. അപ്പോൾ നമുക്ക് അമ്മേനെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് ഇനി നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് മമ്മിയൂർക്ക് പോകുന്ന പോലെ, മമ്മിയൂർ പോയി ദർശനം കിട്ടുന്ന പോലെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കും ചെയ്യാം. അപ്പോൾ അവിടുത്തെ ആ ഒരു ദർശന സാഫല്യം നമുക്ക് കിട്ടും. അങ്ങനെ അതിനുശേഷം നമ്മളിങ്ങനെ വന്ന് അവിടുന്ന് ഇങ്ങനെ പോകുന്നു. നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കാം. അങ്ങനെ നോക്കിയിട്ട് തൊഴുത് കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വരിക. കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് അവിടെ ആ കിടാവിളക്ക് കാണാം, അത് കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ കാണുന്നത് അയ്യപ്പസ്വാമിയുടെ അവിടെയാണ്. അയ്യപ്പസ്വാമിയുടെ അവിടെയൊക്കെ ഭക്തി സാന്ദ്രമായിട്ടോ ധാരാളം അയ്യപ്പന്മാരുണ്ട്. അവരിങ്ങനെ ശരണം വിളിക്കണു, മാല ഇടുന്നു, ചിലവർ കെട്ട് നിറയ്ക്കുന്നു. അവിടെയൊക്കെ അങ്ങനെ ധാരാളം ഗുരുസ്വാമിമാരിരുന്നിട്ട് കെട്ട് നിറച്ച് കൊടുക്കണു, അതൊക്കെ കാണാം. അപ്പോൾ അയ്യപ്പസ്വാമിയുടെ അലങ്കാരം എന്താ വെച്ചാൽ മുഖത്തൊക്കെ ചന്ദനച്ചാർത്തായിട്ടുണ്ട്. അതേപോലെ കിരീടം വെച്ചിട്ടുണ്ട്, പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്, കറുപ്പ് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ വലിയ സ്വർണത്തിൻ്റെ മാലകളുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ ആ ഭൂതനാഥനെ പ്രാർത്ഥിക്കുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലനെ കണ്ട് തൊഴാം. പിന്നെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് ഇങ്ങനെ നോക്കുക. ഇവിടെയൊക്കെ ഭക്ഷണത്തിൻ്റെ തിരക്കാട്ടോ, പ്രസാദ കൗണ്ടറിൻ്റെ അവിടെയൊക്കെ, പ്രസാദൂട്ടിൻ്റെ അവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ പോരുമ്പോൾ നിറയെ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കാണാം. ആ തിരക്കിന് ഇടയിൽ കൂടെ അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നെങ്കിലൊക്കെ ഇങ്ങോട്ട് വരാൻ കിടക്കുള്ളൂ, കാരണം ഇവരെ കടത്തി വിടുമ്പോൾ നമ്മളെ വിട്ടില്ല. അങ്ങനെ വന്ന് നാരായണാലയത്തിൽ വരാം. അവിടെ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹം കണ്ട് പ്രാർത്ഥിച്ച് നമ്മൾ തിരിച്ചിങ്ങനെ വരുമ്പോൾ ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെയും വന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുത് പിന്നെ തെക്കേ നടയിലേക്ക് വരിക. തെക്കേ നടയിൽ വന്ന് മഹാദേവനും പാർവതി ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെയും മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയൊക്കെ മമ്മിയൂരപ്പൻ്റെയൊക്കെ എല്ലാവരുടെയും അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളെന്നും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ കൃപ അവരവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.